2-3 ആഴ്ചത്തെ നിന്ന നിപ്പിനുള്ള മഴയ്ക്കൊക്കെ ഒരു ശമനം കണ്ടേക്കുവാണ്. ഇപ്പൊ കുറച്ച് വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്ത സമയത്ത് എനിക്ക് ആകെപ്പാടെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ചെടിയൊന്നും നനച്ചു കൊടുക്കണ്ടല്ലോ, എല്ലാ മഴവെള്ളത്തിൽ അങ്ങ് നനഞ്ഞോളും. അതുകൊണ്ട് നല്ല മടി പിടിച്ചിരിക്കുവായിരുന്നു. 2-3 ദിവസമായി ഇപ്പൊ വെയിലൊക്കെ കാണുന്നു. ഇനിയും ചെടി നനച്ചു കൊടുത്തില്ലെങ്കിൽ കരിയെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എന്തേരെ കയറ്റിവിട്ടാൽ ഈ മണി പ്ലാന്റ് കയറുന്നില്ല കേട്ടോ. അപ്പൊ ഇതേന്റെ അമ്പാടിക്കുട്ടൻ എന്റെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവനിവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം ശരത്തിയുടെ റൂമിലുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ അവിടെ ആക്കിയിട്ട് പോകുന്നത്. പിന്നെ 1-2 പറഞ്ഞ് ഞാൻ അവനെ അങ്ങ് കയറ്റി വിട്ടു. കാരണം ഒറ്റയ്ക്കാൻ അവിടെ നിന്നാൽ ശരിയാവത്തില്ല. അവന്റെ പോക്ക് കണ്ടില്ലേ, ആടി ആടി അത്ര അങ്ങ് പിടിച്ചിട്ടില്ല ഞാൻ കയറ്റി വിട്ടത്. പിന്നെ അമ്പാടി നോക്കിനൊക്കെ ഞാനിവിടെ ഇറങ്ങാറില്ല കേട്ടോ. കാരണം ഞാൻ ഇറങ്ങുന്നത് കണ്ടാൽ അവനും കൂടെ ഇറങ്ങാനായിട്ട് നോക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവനെ കാണിക്ക് ഇവിടെ ഇറങ്ങാറില്ല. ബോഗൻവില്ലയിലെ പൂക്കളൊക്കെ പോയി ഇപ്പൊ ഇലകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് പ്രൂണിംഗ് അല്ല കേട്ടോ. ചുമ്മാ കുറച്ച് കമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കുറച്ച് മണ്ണൊക്കെ ഇളക്കി വളമിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നല്ല തകർത്ത മഴ അങ്ങ് പെയ്തത് കൊണ്ട് ആമ്പലിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നില്ല. പക്ഷെ ആ തകർത്ത മഴയിലും കാറ്റിലും എൻ്റെ ഒരു ബോഗൻവില്ലയുടെ ചട്ടി താഴെ വീണ് പൊട്ടിപ്പോയി. ഒരു പീച്ച് കളർ വരുന്ന ബോഗൻവില്ലയാണ്. അതുകൊണ്ട് എനിക്കതങ്ങ് നഷ്ടപ്പെടുത്തി കളയാൻ തോന്നുന്നില്ല. ഇനി അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. മടി കാരണം അതും മാറ്റി വെച്ചേക്കുമായിരുന്നു. എരിപൊരിയൻ വെയിലും കൊണ്ട് തളർന്നു നിന്ന് എൻ്റെ ഹെലിക്കോണിയയ്ക്കും കാറ്റ്സ്ക്ലോയ്ക്കും ഒക്കെ മഴ പെയ്തത് കൊണ്ട് ഇപ്പോൾ ഒരു ജീവൻ വെച്ചിട്ടുണ്ടേ. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ചടങ്ങില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയാം, ഒട്ടും കെയർ വേണ്ടാത്ത സൈസ് ചെടികൾ മാത്രം നോക്കിയാണ് ഇവിടെ നട്ടു കൊടുത്തേക്കുന്നത്. ഈ മതിലിനോട് ചേർന്ന് ഞാൻ കുറച്ച് 10 മണിയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൂ വിടുന്നുണ്ട്. പക്ഷെ മഴ പെയ്തത് കൊണ്ട് പുല്ലൊക്കെ ഒരുപാട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാൻ പ്ലാൻ ഉണ്ട്. തണലത്ത് നിന്നും വെയിലത്തേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കും എന്റെ മുരായ പ്ലാന്റിൽ നിറയെ പൂവിട്ടു. എന്തേരെ പൂവാണെന്നറിയാമോ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നല്ല മണവുമാണ്. ചെറിയ മഴയൊക്കെ പെയ്താല് ഇവിടെ വെച്ചേക്കുന്ന ചെടികൾക്കൊന്നും അങ്ങനെ വെള്ളം കിട്ടാറില്ല. നല്ല മഴയാണെങ്കിൽ കാറ്റ് വീശുമ്പം എല്ലാ ചെടിയും നനയാറും ഉണ്ട്. ഇപ്പൊ ചെടികൾക്ക് വെള്ളം കിട്ടാഞ്ഞിട്ട് ചെറിയ വാട്ടമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ധൃതി പിടിച്ച് എല്ലാം അങ്ങ് നനയ്ക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ സമയം ഒരു 3:45 ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിപൊരിയ വെയിലാണ് ഇവിടെ. അങ്ങനെ വോക്ക് വേലി വെച്ചിരിക്കുന്ന ചെടികളിലൊക്കെ നനച്ചു കഴിഞ്ഞു. ഇനി ബോഗൻ വില്ലാസും കൂടെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോൾവശത്തെ ചെടി നനയ്ക്കലൊക്കെ ഏകദേശം തീർന്നു. ഇനി താഴെ ചെന്നിട്ട് നനച്ചു കൊടുക്കാനുണ്ട്. ദേണ്ട കണ്ടില്ലേ, ജനലിന്റെ സൈഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തിരിക്കുന്ന ഫിലോഡെൻഡ്രോണൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇവിടുത്തെ നനയ്ക്കല് തീർന്നിട്ടില്ല കേട്ടോ. ബാൽക്കണിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. ഇവിടെ ഞാനും അമ്പാടിക്കുട്ടനും കൂടെ ഒരുമിച്ചാണ് നനയ്ക്കാനൊക്കെ ഇറങ്ങിയത്. പിന്നെ ഈ ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് പറ്റണ പോലെ ഞാൻ അമ്പാടിനെയും അതിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്. കാരണം കുഞ്ഞിലെ ചെടികളോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവനും എന്റെ കൂടെ ഇങ്ങനെ നടാനൊക്കെ ഇറങ്ങിയാലും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവനിങ്ങനെ നനയ്ക്കുന്ന കാര്യത്തിനൊക്കെ കൂട്ടാറുണ്ട്. സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ മലയിൽ നിന്ന് ചെറിയ കാറ്റൊക്കെ ഇങ്ങോട്ടേക്ക് വീശും. ചൂടറിയത്തേ ഇല്ല. നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. ചിലപ്പോഴൊക്കെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഞാനും ശരത്തേണ്ണും അമ്പാടിയും കൂടി ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ലേ വീട്ടിലൊരു സ്പെഷ്യൽ ഏരിയ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.